ക്യാൻസറാണല്ലോ ഈ ഏറ്റവും അടിസ്ഥാനമായിട്ട് ഈ ഫിയർ ഉണ്ടാക്കുന്ന കാര്യം. മറ്റേത് നമുക്ക് ഹോർമോൺ കൊടുക്കുക അങ്ങനെയൊക്കെയാണ് ജനറലി ചെയ്യുക. അപ്പോൾ ഈ ക്യാൻസറിൻ്റെ ഒരു ഫിയർ വെച്ചാണല്ലോ ഏറ്റവും കൂടുതൽ ഈ സർജറിയിലേക്ക് പോകാനുള്ള ഈ ചാൻസും കൂടെ. അപ്പം ഈ ക്യാൻസറിൻ്റെ കാര്യം എങ്ങനെയാണ് ഇതിൻ്റെ ഡയഗ്നോസിസും അതിൻ്റെ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ക്യാൻസർ തൈറോയിഡിനെ സംബന്ധിച്ചിടത്തോളം പ്രീ ക്യാൻസറസ് ആയിട്ട് നമ്മൾ കണക്കാക്കേണ്ട ഈ തൈറോയ്ഡ് ഹോർമോൺസ് കൂടുന്ന തൈറോയിഡിന് ഒരു ആ, ഒരു ട്യൂമർ മാർക്കറായിട്ട് ഡയറക്റ്റ് ട്യൂമർ മാർക്കർ ഇല്ല. അപ്പം അതിൽ നമ്മൾ തൈറോയിഡിൻ്റെ എന്തെങ്കിലും മുഴയുണ്ടോ എന്ന് നോക്കാനായിട്ട് ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമുക്ക് എപ്പോഴും തൊണ്ടയ്ക്ക് ഇത് ബുദ്ധിമുട്ടോ ഇറക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ മുഴ കാണുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു തൈറോയിഡ് സ്കാൻ നോക്കാം. പിന്നെ തൈറോയിഡിൻ്റെ ഫങ്ഷൻസ് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് അയഡിൻ വെച്ചിട്ടുള്ള തൈറോയിഡ് അയഡിൻ വെച്ച് അൾട്രാസൗണ്ട് സ്കാൻ അല്ലാതെ വേറൊരു തൈറോയിഡ് സ്കാൻ ഉണ്ട്. പിന്നെ ക്യാൻസർ സസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ അതും ഞാൻ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്. ക്യാൻസർ സസ്പെക്ട് ചെയ്താലും ക്യാൻസറിൻ്റെ മുഴ എടുക്കുന്നതിന് മുമ്പ് പോലും ഒരു പെറ്റ് സ്കാൻ പോലും ചെയ്യുകയില്ല. അപ്പം നമുക്കൊരു സസ്പെക്റ്റഡ് ക്യാൻസർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഒരു പെറ്റ് സ്കാൻ ചെയ്ത്, കാരണം നമ്മളുടെ ഒരു ഓർഗനെ എടുത്തു മാറ്റാൻ പോവുകയാണ്. അതിനെ എടുത്തു മാറ്റുന്നതിൻ്റെ മുമ്പ് നമ്മൾ അതിൻ്റെ പോസിബിലിറ്റീസ് എല്ലാം തിങ്ക് ചെയ്യണം. നമ്മൾ ഈ ക്യാൻസർ പേടി വെച്ചിട്ടാണ് നമ്മളുടെ ഒരു 90% തൈറോയ്ഡ് റിമൂവൽ സർജറീസ് നടക്കുന്നത് ക്യാൻസർ പേടിയിൽ മാത്രമാണ്. ക്യാൻസർ പേടിയെ ക്യാൻസർ അല്ല, ക്യാൻസറിനുള്ള പേടി. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ തൈറോയ്ഡ് ഗ്ലാൻഡ് എടുത്തു കളഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ക്യാൻസർ പോസിബിലിറ്റി കുറയുന്നില്ല. അതിനല്ലെങ്കിൽ വേറൊരു ഓർഗനെ കയറി വരും. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.